Добрый день, ഗായ്സ്. അഹോയ് കലാനി എന്ന് വെച്ചാൽ സ്ലോവാക്കില് ഹായ് ഗായ്സ് എന്ന്. അപ്പൊ സ്ലോവാക്ക് വിചാരിച്ച പോലെയല്ല ഗായ്സ്, നല്ല പടാണ്. ഈ വീക്ക് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ബസ് കാത്തിക്കാൻ പോയി. വിന്റർ ആയി വരുന്നതേ ഉള്ളൂ, ബട്ട് ഇപ്പോഴേ തണുപ്പ് തുടങ്ങി. 3 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് മേടിക്കുന്ന ജാക്കറ്റ് മീൻസ് ഡെക്കാത്തിൽ നിന്ന് മേടിക്കുന്ന ജാക്കറ്റ് ഒക്കെ -ഡിഗ്രി ഒക്കെ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിക്കാമെന്ന്. അങ്ങനെ ബസ് കാത്ത് നിന്ന് ബസ്സൊക്കെ വന്ന് നമ്മൾ നേരെ കമ്മിലോട്ടെത്തി. നേരെ പഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്ത് ക്യാൻറ്റീനിലോട്ട് പോയി. ക്യാൻറ്റീൻ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ചോക്ലേറ്റ്സ് ഇരിക്കുന്നു. എന്തോ മാവും ഇൻസൈഡിനകത്ത് എന്തോ ചോക്ലേറ്റ് പോലത്തെ എന്തോ സാധനമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ 2 എണ്ണം എടുത്ത് ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാനുമായിട്ട്. സംഭവം എന്തായാലും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിലോട്ട് കയറി റൂമിലെത്തി നാളെ രാവിലെ എണീച്ച് ഇതെനിക്ക് പോകണമെന്ന് ആലോചിച്ചപ്പോഴേക്കും തണുത്ത് വിറച്ചുകൊണ്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എന്തായാലും ഇന്ന് പോയി ജാക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഒരു ബോൾട്ട് എടുത്ത് ബ്രാറ്റിസ്ലാവയിലോട്ട് പോയി. ബ്രാറ്റിസ്ലാവയിൽ നിവ്യ എന്ന് പറയുന്ന മാളിലോട്ടാണ് പോയത്. അവിടെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അഫോർഡബിൾ ആയിട്ടാണ് തിരക്കിയപ്പോൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇവിടെ തിരക്കിയപ്പോഴത്തേക്കും അടുത്ത ആഴ്ച വരെ റേറ്റ് ഒക്കെ കുറവായിരിക്കും എന്നാണ് ജാക്കറ്റ്സിന് അറിയുന്നത്. പിന്നെ വിന്റർ സീസൺ അടുക്കും തോറും ഇതിന്റെ പ്രൈസ് ഒക്കെ കൂട്ടും. അങ്ങനെ എന്തായാലും വിചാരിച്ച് ഇന്ന് തന്നെ പോയി എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ നിവ്യ മാളിനകത്തോട്ട് വരും. ന്യൂയോർക്ക് ഷോപ്പ് തപ്പിയാണ് ഇറങ്ങുന്നത്. ഇതിനകത്ത് കയറിയപ്പോൾ കിളി പറഞ്ഞു. പിന്നെ ഒരു സൈഡിൽ ഒരു മാപ്പിന്റെ ഒരു ലൊക്കേഷൻ കണ്ട് മാപ്പിനകത്ത് മൊത്തം സ്കാൻ ചെയ്ത് നോക്കി ഒരു വിധത്തിൽ ഷോപ്പ് കണ്ടെത്തി ഷോപ്പിലോട്ട് എത്തി. 30 തൊട്ടാണ് ഇവിടെ ജാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറെ ഓഫർ ഇട്ടേക്കുന്നത് കണ്ട്. നാട്ടിൽ 500 രൂപയ്ക്കൊക്കെ ടീഷർട്ട്, നല്ല ബ്രാൻഡഡ് ടീഷർട്ട് ഒക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടീഷർട്ട് ഒന്നും എടുക്കാൻ നിന്നില്ല, അടുത്ത ആഴ്ച വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മളുടെ ജാക്കറ്റ് കണ്ടെത്തി. അകത്ത് ഫെദറിനുള്ള ടൈപ്പാണ് ഞാൻ എടുത്തത്. എല്ലാവരും വേറെ ബ്ലാക്ക് ജാക്കറ്റ് എടുക്കുന്നുണ്ട്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫ്രണ്ട് ഒരു ബ്രൗൺ കളറാണ് എടുത്തത്. അങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് നോക്കി, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതങ്ങ് എടുത്തു. പിന്നെ ജാക്കറ്റ് കാണുന്ന കണക്കല്ല ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ എടുത്ത ജാക്കറ്റിന് 50 യൂറോ ആയി. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. തൊട്ട് താഴത്തെ ഫ്ലോറിൽ തന്നെ ലിഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. സംഭവമൊക്കെ കൊള്ളായിരുന്നു. ഇവിടെ വെറൈറ്റി ഡിഷായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്, ബട്ടറൊക്കെ ചേർത്ത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യയായി ഗൈസ്. പിന്നെ നമ്മൾ വിചാരിച്ചത്, നമ്മൾ പകല് ബ്രാറ്റിസ്ലാവിൽ വന്നിട്ടുണ്ടെങ്കിലും രാത്രി നൈറ്റ് ലൈഫ് ഇതുവരെയും ബ്രാറ്റിസ്ലാവിൽ ഓൾഡ് ടൗണിൽ നമ്മൾ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചത് അവിടെ പോകാമെന്ന്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വെച്ചങ്ങ് നടന്നു. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിശന്നു. പിന്നെ നമ്മൾ സ്ലൊവാക്യയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു 3 കബാബ് ഓർഡർ ചെയ്തു. ചിക്കനെക്കാട്ടി കൂടുതൽ ഉള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓൾഡ് ടൗണിൻ്റെ അകത്തോട്ട് കയറി. എൻട്രി കയറിയപ്പോൾ തന്നെ ഒരു റൗണ്ടിനകത്ത് കുറേ സ്ഥലങ്ങളുടെ പേരും എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും പൊതുവെ ഇവിടെ ശാന്തമാണ്. എല്ലാവരും അവരുടേതായ ലൈഫ് ഫോക്കസ് ചെയ്ത് പോകുന്നു. ഓൾഡ് ടൗൺ എന്തുകൊണ്ടും കൊള്ളാം. രണ്ട് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്, പബ്ബ്, ബാറ്, ഓപ്പൺ ബാറുകൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേ കണക്ക് വയലിൻ വെച്ചുള്ള മ്യൂസിക്, പിന്നെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്ന കുറേ പേര്. എന്തോ ശാന്ത സമാധാനം. പോകുന്ന വഴികളെല്ലാം നിരവധി സ്റ്റാച്ചു ആണ്. ഓരോന്നിനും അതിൻ്റെതായ കഥ പറയാനുണ്ട്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി തിരക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് ഈ അപ്പാപ്പൻ്റെ അവിടെ ഭയങ്കര ക്രൗഡ്. അപ്പം നമ്മൾ വിചാരിച്ചത് അതിനെപ്പറ്റി തിരക്കാമെന്ന്. പിന്നെ അതിനെപ്പറ്റി തിരക്കിയപ്പോഴാണ് അവിടെ പറയുന്നത്, ആ അപ്പാപ്പൻ്റെ തലയിൽ തൊട്ട് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഒന്ന് തലയിൽ തൊട്ട് മനസ്സിൽ രണ്ട് കാര്യം വിചാരിച്ചെന്ന് പറഞ്ഞു. ചുമ്മാ ഇതൊക്കെയല്ലേ ഒരു എന്റർടൈൻമെന്റ്. പോകുന്ന വഴിയിൽ ഒരു കലാകാരനെ കണ്ടു. ഒരു ചേച്ചിയുടെ ചിത്രം ലൈവായിട്ട് വരച്ചു കൊടുക്കുന്നത് കണ്ടു. ഇവിടെ വന്നിരിക്കാൻ എന്തുകൊണ്ടും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. എന്തുകൊണ്ടും ബ്രാറ്റിസ്ലാവ ഓൾഡ് ടൗൺ നമുക്ക് ഇഷ്ടപ്പെട്ടു. സ്ട്രീറ്റ് ഫുഡ് ആയാലും പബ്ബായാലും ബാറായാലും ഇവിടുത്തെ ലൈറ്റ്സ് ആയാലും എന്തുകൊണ്ടും ഒരു പ്രത്യേക വൈബ് തോന്നി. കാഴ്ചകളും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ക്യാപ്റ്റൻ ജാക്കിനെ കണ്ടു. കടൽ കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. ഫ്രണ്ട് വന്ന് വാള് വലിച്ചൂരാൻ നോക്കുന്നത് കണ്ടു. ഭാഗ്യത്തിന് അവിടെ നടി കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് നേരെ റൂമിലോട്ട് എത്തി. നാളെ നമുക്കൊരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. TRCയുടെ എന്തോ മറ്റാവശ്യത്തിനാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സ്ലൊവാക്യ എങ്ങനെ എത്തി, സ്ലൊവാക്യൻ പ്രൊസീജിയേഴ്സ് എങ്ങനെ, ഞാൻ പിന്നെ സ്ലൊവാക്യൻ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിലോട്ട് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ഏത് വീഡിയോ വേണമെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഇട്ട വീഡിയോകളിൽ ഞാൻ എങ്ങനെ എത്തി, പ്രൊസീജിയേഴ്സ്, പിന്നെ സിം എടുത്തത് എങ്ങനെ, അക്കൗണ്ട് എടുത്തത് എങ്ങനെ, അങ്ങനെ നിരവധി
കാര്യങ്ങളാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ പഴയ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 320 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ കാണുന്നവരെല്ലാം സബ് ചെയ്ത് അതൊരു 500 എത്തിച്ചായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. അപ്പോൾ ഡോഗ് ബ്രെഡ് ആൻഡ് ഗൈസ് അടുത്ത വീഡിയോ കാണാം.